മലയാള സിനിമയിൽ ചില താരങ്ങൾ വന്നു പോയിട്ടുണ്ട്. അവർ ചരിത്രത്തിൻ്റെ അടിത്തട്ടിൽ കനലായി ഇപ്പോഴും കിടക്കുന്നു. അത്തരത്തിൽ ഒരു നടിയാണ് റീന. ജയൻ്റെ സ്വന്തം റീന എന്ന് പറയുന്നതാകും ശരി. ജയൻ്റെ സ്വന്തം റീന എന്ന് പറഞ്ഞാൽ റീന പറയും ജയൻ തനിക്ക് സഹോദര തുല്യനായിരുന്നു എന്ന്. ജയനുമായി നല്ല ബന്ധം പുലർത്തിയ നടിയായിരുന്നു റീന. പക്ഷേ അന്നത്തെ പാപ്പരാസികൾ അവരെപ്പറ്റി അപവാദ കഥകളൊക്കെ പ്രചരിപ്പിച്ചു. എന്തായാലും ജയൻ്റെ സിനിമകളിലൂടെയാണ് റീന മെയിൻ സ്ട്രീമിൽ എത്തിയത്. ജയൻ്റെ കരിമ്പനയിൽ നല്ലൊരു വേഷം റീന ചെയ്തു. റീന ജനിച്ചത് മംഗലാപുരത്ത്. അച്ഛൻ്റെ പേര് പീറ്റർ റെസ്ക്യൂന, അമ്മ ജെസ്സി. ആംഗ്ലോ ഇന്ത്യൻ ഫാമിലി ആയിരുന്നു. വളരെ ഫോർവേഡായി ചിന്തിച്ചിരുന്ന മാതാപിതാക്കളുടെ മകളാണ് റീന. മഞ്ഞുലാസ് ജോസഫുമായുള്ള റീനയുടെ അച്ഛൻ്റെ സൗഹൃദമാണ് അവരെ സിനിമയിലേക്ക് എത്തിച്ചത്. ചുക്ക് എന്ന ചിത്രത്തിൽ ഷീലയുടെ മകളായി അഭിനയിച്ചുകൊണ്ട് ഹരിശ്രീ കുറിച്ചു. KS സേതുമാധവൻ്റെ ചട്ടക്കാരിയിലൂടെ റീന ശ്രദ്ധ നേടി. ചട്ടക്കാരിയിൽ എന്താ പറയുക, തുടകൾ കാണിക്കുന്ന ഫ്രോക്കും മാറിട വടിവുകൾ കാണിക്കുന്ന ബ്ലൗസും ഒക്കെ അണിഞ്ഞ് റീന ലക്ഷ്മിയുടെ അനുജത്തിയായി നിറഞ്ഞു നിന്നപ്പോൾ പടം സൂപ്പർ ഹിറ്റ്. റീന പിന്നീട് കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചു. എല്ലാ ചിത്രങ്ങളിലും അവരുടെ ശരീര വടിവുകൾക്കായിരുന്നു സംവിധായകർ മുൻഗണന നൽകിയിരുന്നത്. റീനയുടെ ശരീര സൗന്ദര്യം നന്നായി ഒപ്പിയെടുക്കാൻ സംവിധായകർ മത്സരിച്ചു. വൃന്ദാവനം, പ്രിയമുള്ള സൗവ്യ, രാജപരമ്പര, ഹേമന്തരാത്രി ഒക്കെ റീനയുടെ ശരീര സൗന്ദര്യം വ്യക്തമാക്കിയ, അല്ലെങ്കിൽ നഗ്ന ശരീര സൗന്ദര്യത്താൽ പ്രേക്ഷകരെ റീന കോരിത്തരിപ്പിച്ച ചിത്രങ്ങളാണ്. തമ്പുരാട്ടി എന്ന ചിത്രം റീനയുടെ കരിയറിലെ ശ്രദ്ധേയമായ ചിത്രമാണ്. പ്രമീളയായിരുന്നു മാദക നടി. പ്രമീളയായിരുന്നു അക്കാലത്തെ നമ്പർ 1 മാദക നടി. പ്രമീളയായിരുന്നു അതിൽ നായിക വേഷം ചെയ്തത്. N. ശങ്കരൻ നായരായിരുന്നു സംവിധായകൻ. വിൻസെൻ്റ് ആയിരുന്നു നായകൻ. തമ്പുരാട്ടിയിൽ പ്രമീളയും റീനയും മത്സരിച്ച് ശരീര സൗന്ദര്യം കാണിച്ചു. തുടകളുടെയും നിതംബത്തിൻ്റെയും ഭംഗി കാട്ടി ആ ചിത്രത്തിൽ അല്പം ശരീരത്തിൻ്റെ അങ്ങേ അറ്റം പ്രദർശിപ്പിച്ച് റീന അഭിനയിച്ചു. തമ്പുരാട്ടി എക്കാലത്തെയും വലിയ ഹിറ്റായി മാറി. പിന്നീട് പലപ്പോഴും തമ്പുരാട്ടി എന്ന സിനിമ നോൺ ഷോ ആയി പ്രദർശിപ്പിക്കപ്പെട്ടു, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അപ്പോഴും ആൾക്കാർ ആ ചിത്രം കാണാൻ ഇടിച്ചു കയറി. ജയനുമൊത്തുള്ള റീനയുടെ സൗഹൃദം ശ്രദ്ധേയമായിരുന്നു. ജയൻ കൊച്ചിയിലെത്തിയാൽ റീനയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ജയനുമൊത്ത് ചേർന്ന് ഒരു നിർമ്മാണ കമ്പനി രൂപീകരിക്കാൻ റീന ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ജയൻ്റെ അപകട മരണം അത് തകർത്തു. ജയനെ നായകനാക്കി റീന നിർമ്മിക്കാനിരുന്ന ചിത്രമായിരുന്നു ധ്രുവ സംഗമം. പക്ഷേ ജയൻ മരിച്ചപ്പോൾ സുകുമാരനാണ് ആ ചിത്രത്തിൽ നായകനായത്. കുതിരോട്ടം പപ്പു സ്ഥിരം ഫോർമാറ്റിൽ നിന്ന് മാറി ആക്ഷൻ ഹീറോ വേഷത്തിൽ അഭിനയിച്ച ചിത്രമായിരുന്നു ധ്രുവ സംഗമം. വലിയ ഹിറ്റായിരുന്നു ആ ചിത്രം. റീന തന്നെയായിരുന്നു ആ ചിത്രത്തിലെ നായിക. റീന പിന്നീട് നിർമ്മിച്ചത് എൻ്റെ കഥ എന്ന ചിത്രമാണ്. പ്രേം നസീറായിരുന്നു നായകൻ. ഈ ചിത്രവും സാമ്പത്തിക വിജയം നേടി. പുതിയ നടികൾ കടന്നു വന്നപ്പോൾ റീന പിന്നിലോട്ട് പോയി. റീന ഏറെ വൈകിയാണെങ്കിലും ഐസക്കിനെ വിവാഹം കഴിച്ചു. അവർക്ക് 2 കുട്ടികൾ, യബിൻ, അലൻ. പിന്നീട് റീന മിന്നാരത്തിലൂടെ തിരിച്ചെത്തി. വർണ്ണപ്പകിട്ട്, അങ്ങനെ പല ചിത്രങ്ങളിലും റീന അഭിനയിച്ചു. ചാനലുകളിൽ സീരിയലുകൾ സജീവമായപ്പോൾ സീരിയലുകളിൽ സ്ഥിര സാന്നിധ്യമായി റീന മാറി. റീന ഏറ്റവും ഒടുവിൽ നിർമ്മിച്ചത് ജനപ്രിയൻ എന്ന ചിത്രമാണ്. ആ ചിത്രവും വലിയ ഹിറ്റായിരുന്നു.
റീനയ്ക്ക് നന്നായി അഭിനയിക്കാൻ അറിയാമായിരുന്നു. പക്ഷേ അവരുടെ ശരീര സൗന്ദര്യം മുതലെടുക്കുകയായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റി കൊടുക്കാൻ റീന തയ്യാറുമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് നല്ല വേഷങ്ങൾ ലഭിക്കാതെ പോയത്.